വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ആപ്പിൾ സോസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കുഴുവുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് തൊലിയും കുരുവും നടുക്കത്തെ കോറും നീക്കിയ 1 കിലോ ആപ്പിൾ 1 ഇഞ്ച് കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കുക. എന്നിട്ട് ആ പോട്ടിലേക്ക് 120 മില്ലി ലിറ്റർ വെള്ളം ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരൊഴിക്കുക. 100 ഗ്രാം പഞ്ചസാര ചേർക്കുക. 4 ഏലക്കായും 4 ഗ്രാമ്പൂവും 2 ഇഞ്ച് നീളമുള്ള ഒരു കറുവാപ്പട്ടയും 1 ജാതിക്കായുടെ പകുതിയും വറുത്ത് പൊടിച്ച് ചേർക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും പൊടി 1/2 ടീസ്പൂൺ വീതം ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് ഈ ആപ്പിള് നല്ലപോലെ വെന്തുടയുന്നോടം വരെ കുക്ക് ചെയ്യുക. ഏകദേശം ഒരു 15-20 മിനിറ്റ്. ഇപ്പോൾ അത് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് മൂട് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഓരോ 5 മിനിറ്റിലും മൂട് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആപ്പിൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റായി. ഇനി സ്റ്റൗ ഓഫാക്കി മൂട് തുറന്ന് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി ഒരു പൊട്ടാറ്റോ മാഷ് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ സോസ് നമ്മളൊരു ചങ്കി കൺസിസ്റ്റൻസിയിൽ മാഷ് ചെയ്തെടുത്തു. ചില ആളുകൾക്ക് ഇത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. അധികം അരഞ്ഞു പോകാതെ ഒരു 2 പ്രാവശ്യമായിട്ട് വേണം അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ. ഇതുപോലെ ഒരു പ്യൂറെ പരുവത്തിന് അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ആപ്പിൾ സോസിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. ചാനലിലുള്ള മറ്റ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോസും സമയം പോലെ ഒന്ന് ചെക്കൗട്ട് ചെയ്യണേ. താങ്ക് യു.